ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്തെങ്കിലും അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒബ്വിയസ്ലി ബൈ ഡെഫിനിഷൻ വി സ്റ്റാൻഡ് ഫോർ ഓൾ യുവർ റൈറ്റ്സ് അല്ലേ? അപ്പൊ നമ്മൾ പറ്റത്തിൽ പറയില്ലേ എന്താ പറയാ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അധോലോകായി, അതുപോലെ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളൊക്കെ ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകളാണ്. വാക്കിനോട് പരാതി എന്നിരുന്നാൽ പോലും ഇഫ് യു ആർ സ്റ്റാൻഡിംഗ് ഫോർ യുവർ ഫണ്ടമെന്റൽ റൈറ്റ്, ഇഫ് യു ആർ സ്റ്റാൻഡിംഗ് ഫോർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് everyone by default, whether you like it or not, you are a feminist. No. Okay, I'm sorry to break it. You are a feminist. നിങ്ങൾ wrongfully accused ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. I'm a true feminist. Okay, മറ്റുള്ളവർ പല ഫോൾട്ടുകളും ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ അതല്ല ആണുങ്ങളും അതിന് ഭാഗം കൊള്ളേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു ഫെമിനിസ്റ്റുകൾ ഇങ്ങനെ wrongfully സാവിത്രിബായി ഫുലെ മദർ ഓഫ് ഇന്ത്യൻ ഫെമിനിസ്റ്റ് എന്ന് പറയും. പുള്ളിക്കാരുടെ ജീവനോടിരുന്ന സമയത്ത് ഫെമിനിസം എന്ന് പറഞ്ഞ വാക്കുപോലും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ പുള്ളി അപ്പൊ മദർ ഓഫ് ഫെമിനിസ്റ്റ് to talk for some time. Can I please get a chance? Okay, ningal feminist alla adalla parayanundi. Okay, just one. You are all humans, you are not feminists. Adalla parayanundi. Nangal ellarum enna parayanundi, nangal feminists aanu. Okay, nangal feminists aanengile nangalku feminism പ്ലീസ് പഠിപ്പിക്കണ്ട. ഞങ്ങൾ പറഞ്ഞെന്താ നിങ്ങൾക്ക് റൈറ്റ്സ് ആണെന്ന് പറഞ്ഞാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. പുരുഷന്മാരുടെ പറഞ്ഞാൽ how is it teaching you feminism? How are we teaching you feminism? We are not teaching you feminism. We are just saying that we need rights. You said 70% men commit suicide. You said 70% men commit suicide. Yes, that's fact. That's data. Yes. That is violence. Men committing on themselves. Okay, reply. ആണുങ്ങൾക്ക് തന്നെയാണ് കുഴപ്പമെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അവരുടെ പൊസിഷൻ വളരെ ക്ലിയർ അല്ലേ? ഏത് ഭാഗത്തെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്, ഏത് ഭാഗത്തെ എതിർക്കുന്നത് ക്ലിയർ അല്ലേ? അപ്പൊ അവർക്ക് പുരുഷ വിരോധമാണ് അവരോട് പ്രകടിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്. പുരുഷ വിരോധം പുരുഷ വിരോധമല്ലേ? അഗ്രസീവ് ആവല്ലേ? Aggressive അല്ല, കൂളായിട്ട് പറയൂ. I never said. You said just now. No, that man lost translation. The victims of male violence. What does that mean? That What means does that there is that means there is a problem which we need to address. So you are saying you say that men are victims of male violence. Who is the predator? Who is the perpetrator of crime? അവർ പറഞ്ഞത് ഫണ്ടമെന്റൽ ഫ്ലോ മാത്രം അഡ്രസ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അവർ പറഞ്ഞത് if 70% men are committing suicide, കാരണക്കാരും പുരുഷന്മാർ തന്നെയാണെന്ന് പറഞ്ഞത്. 70% അല്ല, അതിന്റെ കാരണവും ഈ പറഞ്ഞ പോലെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ക്രൈം ആണെന്ന് അവർ പറഞ്ഞത്. ബേസിക്കലി അതായത് ഈ പറഞ്ഞ പോലെ പ്രെഡേറ്റേഴ്സ് മെൻ ആണ്. അതായത് പുരുഷൻ മരിച്ചാൽ പോലെ അതിന് കാരണക്കാരൻ പുരുഷൻ. അപ്പൊ അവരുടെ പൊസിഷൻ വളരെ ക്ലിയർ അല്ല. ഇത്രയും നേരം ഞങ്ങൾ ഹ്യൂമൻസ് ആണ്, ഞങ്ങൾ എന്താ പറയുക ഫെമിനിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നു അവർ പറഞ്ഞ തിയറി തെറ്റല്ലേ? അപ്പൊ അവർ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഒരിക്കലും അവർ മരണത്തെ പോലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. 70% ആണുങ്ങൾ പോലും ഒരു സിമ്പതി. നമുക്ക് ഡോക്യു ചെയ്തപ്പെട്ട രീതിയിൽ, അപ്പം മുമ്പത്തെ കാര്യം വിട്ടേക്കുക, അന്ന് ഡോക്യു ചെയ്യപ്പെട്ടില്ല. ലോകത്തിൽ ആദ്യമായി 17ാം നൂറ്റാണ്ട് മുതൽ ഇത് ഡോക്യു ചെയ്തപ്പെട്ട രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പറഞ്ഞവർ 3 ലോക രാജ്യങ്ങളിൽ നിന്നുള്ളവർ അതിന് ശ്രദ്ധ കിട്ടിയില്ല. പിന്നീട് വൈറ്റ് ഫെമിനിസ്റ്റുകൾ വന്നതുകൊണ്ടാണ് ഇദ്ദേഹം 19ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. അതിനൊക്കെ മുൻപേ ഐ എ വുമൺ എന്ന് സൊജോണർ ട്രൂത്ത് പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് പല സ്ത്രീകൾക്കും വൈറ്റ് ഫെമിനിസത്തോടും സാമ്രാജ്യത്വ ശക്തിയോടും അതേപോലെ അധികാരവർഗങ്ങളോടും പൗരോഹിത്യങ്ങളോടും കലഹിക്കേണ്ടി വന്നിരുന്നു. സോ അവർ ഇമോഷണൽ ആയിരുന്നു, അവർ അഗ്രസീവ് ആയിരുന്നു. അതുകൊണ്ട് മാഡം നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഒരു ഫെമിനിസ്റ്റ് അഗ്രസീവോ ഇമോഷണലോ പറയട്ടെ ആകും. പിന്നീട് ഇന്ത്യയിൽ ഒരുപാട് ആദ്യമായി അതാണ് 3ാം ലോക രാജ്യത്തെ ജനാധിപത്യ പ്രതിസന്ധികളെ അഡ്രസ് ചെയ്തുകൊണ്ട് ബെൽ ഹൂക്സ് കടന്നു വരുന്നുണ്ട്. ബെൽ ഹൂക്സ് കടന്നു വരുന്ന ഫെമിനിസം ഫോർ എവരിബഡി എന്നാണ്. ക്യൂർ ഫെമിനിസ്റ്റ് ആയ ഓഡ്രിലോട് ഒരാളുടെ വേദന മറ്റൊരാളുടെ വേദനയിൽ കൊണ്ടിടുന്നത് അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ 1818 കൊണ്ടുവന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം. ആരാണോ വേദനിക്കുന്നത് അവരുടെ കണ്ണീരൊപ്പുവാൻ പറ്റുന്ന രീതിയിൽ ശ്രമിക്കുക. പക്ഷെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.